പിന്നെ വീക്കിലി എക്സാം ഉണ്ടായിരിക്കും, മന്ത്ലി എക്സാം ഉണ്ടായിരിക്കും. അതിനൊക്കെ മാർക്ക് നമുക്ക് മുന്നേ ഉള്ള ടോപ്പിക്കുകളും കൂടി നമുക്ക് റിവൈസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റിവിഷനാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അവിടുത്തെ എക്സാം വഴി നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പാങ്ങോട് സർവീസ് സഹകരണ ബാങ്കിൽ നമ്മുടെ കഴിഞ്ഞ 2023 എക്സാമിനേഷനിൽ പരീക്ഷ എഴുതി 2ാം റാങ്ക് ഹോൾഡറായിട്ട് വന്ന് ഇപ്പോൾ നിലവിലെ സർവീസിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ സഹകരണയുടെ ഏറ്റവും പ്രിയപ്പെട്ട അഞ്ജുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് നിങ്ങൾ ഇന്നുള്ളത്. അപ്പോൾ ഇന്ന് അഞ്ജുവിൻ്റെ പഠനവിശേഷങ്ങളെല്ലാം നമ്മളോടൊപ്പം പങ്കുവയ്ക്കും. ഉറപ്പായിട്ടും ഒരു പെർസീവറൻസ് അല്ലേ നമ്മൾ ഈ ഒരു മേഖലയിൽ ഉറച്ചു നിൽക്കുന്നതിൽ. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് അഞ്ജു സഹകാരിയിലേക്ക് എത്തിപ്പെടുന്നത്? അഞ്ജു സഹകരിയിൽ ഞാൻ 2022 ബാച്ചായിരുന്നു HDC. അത് കഴിഞ്ഞ ശേഷം കോച്ചിങ്ങിന് എവിടെ പോകണമെന്ന് അറിയാതെ നിന്നപ്പോഴായിരുന്നു പാലോട് എംപ്ലോയ്മെൻറ്റ് വഴി ഒരു ഫ്രീ ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞാനും ഫ്രണ്ട്സും എല്ലാവരും കൂടെ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ക്ലാസ് എടുക്കാൻ വന്നത് സഹകരിയിലെ അധ്യാപകരായിരുന്നു. അപ്പോൾ അവരാണ് ഇങ്ങനെ തമ്പാനൂർ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്, അവിടെ ജോയിൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവിടെ ക്ലാസ് കഴിഞ്ഞുടനെ തമ്പാനൂർ വന്ന് പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അവിടുത്തെ അധ്യാപകരെയും മെൻറ്റേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ലിസ്റ്റിൽ വരാൻ പറ്റിയത്. എൻ്റെ 3ാമത്തെ എക്സാം ആയിരുന്നു, 2023 ഒക്ടോബറിൽ എക്സാം ആയിരുന്നു. അപ്പോൾ ക്ലാസ്സും എക്സാമും എല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അവിടുത്തെ റാങ്ക് ഫയലും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എനിക്ക് തോന്നുന്നു അല്ലേ 2022 എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു 10-30ഓളം പേര് ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു. അതൊരു ഫ്രീ ക്ലാസ്സിൻ്റെ ഒരു പ്രോഗ്രാം, സൗജന്യമായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. ഏകദേശം 2 മാസം അല്ലേ നമ്മളെ 40 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ 40 ദിവസവും സഹകാരിയുടെ അധ്യാപകർ തന്നെയാണ് അവിടെ ഫ്രീ ക്ലാസ്സുകൾ നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികൾക്ക് ശരിക്കും പറഞ്ഞൊരു ദീർഘവീക്ഷണം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ശരിയായുള്ള വീക്ഷണം കൊടുക്കാൻ ആ ഒരു പ്രോഗ്രാമിന് കഴിയും എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു അഷുറൻസ് ലെവലാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. അഷുറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സഹകരണ മേഖല തരുന്ന അഷുറൻസ്. നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് പഠിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനുവേണ്ടിയല്ലേ നമ്മൾ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനുള്ള എല്ലാ സാധ്യതയും PSC വഴിയും അതുപോലെ CSCB വഴിയൊക്കെ ഉണ്ട്. നമ്മൾ മറ്റുള്ള ഇതര PSC പരീക്ഷകൾ നോക്കി പോകുന്ന ആൾക്കാർ ഒരു 10 പേര് പോകുമ്പോൾ ചിലപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാൾക്കാരെയും കിട്ടും. പക്ഷേ ഇതിവിടെ അങ്ങനെയല്ല, അത്രയും അവസരം നമുക്ക് ഈ മേഖലയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് അഞ്ജു എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹകാരിയുടെ സ്ട്രാറ്റജീസ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് പരീക്ഷകൾ എഴുതിച്ചുള്ള ഒരു പരിശീലനം. അതിനകത്ത് നമുക്ക് മോഡൽ എക്സാമിനേഷൻസ് വരുന്നുണ്ട്, അതുപോലെ ഡെയിലി OMR എക്സാമിനേഷൻ വരുന്നുണ്ട്, പിന്നെ ഓരോ ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള ഡെയിലി എക്സാമിനേഷൻ അത് നമ്മൾ ആപ്പിൽ ചെയ്യുന്ന എക്സാം വരുന്നുണ്ട്, പിന്നെ നമ്മുടെ വീക്കെൻഡ് ട്രോഫി എക്സാമിനേഷൻ വരുന്നുണ്ട്, മന്ത്ലി എക്സാമിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമിനേഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് എന്താണ് അഞ്ജുവിൻ്റെ അഭിപ്രായം? എക്സാമിനേഷൻ സ്ട്രാറ്റജി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വാല്യൂഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ സാറ് ഓരോരുത്തരെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും നമ്മൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് പ്രചോദനം തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് നിങ്ങളത്തെ ചിരിച്ച് സംസാരിക്കുന്നത് ഇപ്പോഴായിരിക്കും അല്ലേ? പിന്നെ വീക്കിലി എക്സാം ഉണ്ടായിരിക്കും, മന്ത്ലി എക്സാം ഉണ്ടായിരിക്കും. അതിനൊക്കെ മാർക്ക് നമുക്ക് മുന്നേ ഉള്ള ടോപ്പിക്കുകളും കൂടി നമുക്ക് റിവൈസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റിവിഷനാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അവിടുത്തെ എക്സാം വഴി നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇനി വരാൻ പോകുന്ന സഹകരണ മേഖലയിൽ വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ജുവിന് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്താണ്? ഈ ഒരു എക്സാം തന്നെ നമുക്ക് കിട്ടിയില്ലേ റാങ്ക് കുറവാണെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീണ്ടും അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിലും എല്ലാം നല്ല കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം. ഒരിക്കൽ ഒരു എക്സാമിന് റാങ്ക് കുറഞ്ഞെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും CSCB പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും.